ഹലോ പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് താനൂര് തൂവൽ തീരം എന്ന് പറയുന്ന കടപ്പുറത്താട്ടോ. കടപ്പുറം കാണാൻ വേണ്ടി പോയതാ. അപ്പോൾ ഒരുപാട് ആളുകൾ കടലിൽ ഇറങ്ങിക്കൊണ്ട് എന്തൊക്കെയോ പെറുക്കിയെടുക്കുന്നത് കണ്ടു. ഫാമിലി ആയിട്ട് വന്ന ആളുകൾ തന്നെ കേട്ടോ, കുട്ടികളും മക്കളും. കക്കയാണ് പെറുക്കിയെടുക്കുന്നത് എനിക്ക് മനസ്സിലായി. അവർ അത് പെറുക്കിയെടുത്ത് ഓരോ ഭാഗങ്ങളിൽ കൂട്ടി അതൊരു കീസിൽ നിറച്ച് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അങ്ങനെയാണ് പരിസരത്ത് കടല വിറ്റ് നടന്ന ഒരു കൊച്ചു പയ്യനെ കണ്ടുമുട്ടുന്നത്. അവനോട് ചോദിച്ചു മനസ്സിലാക്കി ഇതെന്താണ്, ഇത് എല്ലാ കാലവും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് അവനൊന്ന് പരിചയപ്പെടാം. എന്റെ പേരെന്താ? പഠിക്കാം. സ്കൂളിൽ പോകില്ലേ? എത്രയിലാ പഠിക്കുന്നത്? 10ലോ 8ലോ? ഇവിടെ എന്താ കടല വെക്കാണ് അല്ലേ? എത്ര രൂപ വെക്കും? എന്റെ വീട് ഇവിടെ തന്നെ. വീട്ടിൽ നിന്ന് വറുത്ത് കൊണ്ടുവരും അല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? എല്ലാവർക്കും സുഖല്ലേ? എല്ലാരും അന്വേഷിച്ചു എന്ന് പറയണം കേട്ടോ. ഓക്കേ. അവൻ കടല വിൽക്കുന്ന തിരക്കിലാണെങ്കിലും ഞാൻ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ അരികത്ത് വന്ന് നിന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ നോക്കി. എന്നോട് ഇതേതാ മൊബൈൽ, ഇത് നല്ല ക്ലിയർ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഒരുപാട് സംസാരങ്ങളൊക്കെ അവൻ നടത്തി. അപ്പോൾ എനിക്ക് തോന്നി അവനതിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെയാണ് അവനെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്, അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയത്. എന്തെങ്ങനെ ഈ കക്ക എങ്ങനെ വരാൻ ഇതിന്റെ പേരെന്താ? കക്കേ അതോ അത് എല്ലാ സമയത്തും ഇങ്ങനെ ഉണ്ടാറുണ്ട്? ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഇങ്ങനെ ഉണ്ടായിരിക്കും. അത് വലുതാണ്. ഓല് കുടിക്കണ അത് ചെറുത്. ഇത് സ്ഥിരമായിട്ടില്ല, ഇതിന്റെ ഒരു ഇതുണ്ടാവും. അതിനിതുണ്ടാവും. ആ ടൈമിൽ ഇത് ഫുള്ളായിട്ടാൽ ഒരുപാട് ആളുകൾ പീസ് കണക്കിന് കരുത്തി കൊണ്ടുപോണ്ടേ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഓരോ ചാക്കൊക്കെ കൊണ്ടുപോയി ഇന്നലെ ആ ടൈമിലൊക്കെ. അപ്പൊ അവര് പിടിക്കണം അവര് ആ വലയില് ഓല ഇതാ പിടിക്കുന്നത്. ഇതിന് ചെറുത് അതാവുമ്പോ മണലും കാര്യങ്ങളും ഉണ്ട്. അഫ്ല അവനെല്ലാം പറഞ്ഞു തന്നു. അവൻ്റെ കയ്യിൽ നിന്ന് ഒരു പാക്കറ്റ് കടലയും വാങ്ങിച്ച് കഴിച്ചു. ആ കടല വാങ്ങിച്ച് കഴിച്ച് അവൻ്റെ ആ കടലപ്പെട്ടിയുമായിട്ട് പോകുന്ന കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലവും ഞാൻ ഓർത്തു പോയിട്ടോ. ഒരുപാട് ആൾ കൂടുന്ന സമയത്ത് ഫുട്ബോൾ കളി, അതുപോലെ ഉത്സവങ്ങൾ. ഞാനും കുട്ടിക്കാലത്ത് ഇതുപോലെ കടല വിറ്റ് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നെപ്പോലെ ആ കാലത്ത് കടല വിറ്റ് നടന്ന ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. ഏതായാലും കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അറിഞ്ഞ് താനൂരിൽ നിന്ന് എൻ്റെ നാട്ടിലേക്ക് മടങ്ങി. ഞാൻ ബഷീർ നിലമ്പൂർ.